നമ്മുടെ സ്റ്റുഡിയോ കലോത്സവ നഗരിയിൽ നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട്. അതിന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടിയാണുള്ളത്. മിനിസ്റ്റർ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് തൃശ്ശൂരിലെ കലോത്സവം? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മിനിസ്റ്ററുടെ ക്യാമ്പ് ചെയ്യാണ്. പൊതുവിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. മത്സരങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന നിലയിലാണ്. 10-നും 10:15 ഇടയ്ക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരും. ഞാൻ രാവിലെ വന്ന് നമ്മുടെ മെയിൻ വെന്യൂ ശരിയായോ എന്നും ഭക്ഷണശാല ഇത് രണ്ടാളും നോക്കേണ്ടത്, അത് രണ്ടും പരിശോധിക്കാൻ വേണ്ടി വന്നതാണ് രാവിലെ. ഏതാണ്ട് ഒരു വെളുപ്പാങ്കാലത്ത് 5 മണിക്കാണ് ഇവിടുന്ന് പോയത് തന്നെ. അപ്പോൾ ഇത് ഈ കലോത്സവങ്ങളുടെ ഇതുള്ള മെഗാ ഇവൻറ്റുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവസാനമായിട്ട് എല്ലാ കാര്യങ്ങളും തീരുള്ളൂ. നമ്മൾ 6 മാസം മുമ്പേ തുടങ്ങിയാലും അവസാനം ആകുമ്പോഴേ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അതെന്തായാലും എല്ലാ കാര്യങ്ങളും റെഡിയാണ്. 10-നും 10:15 ഇടയ്ക്ക് നമുക്ക് മുഖ്യമന്ത്രി തിരികൊളുത്തും. 25 വേദികളിലെ മത്സരം ആരംഭിക്കും. മത്സരം കൃത്യസമയത്ത് തന്നെ നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു ഉത്തരവാദിത്വ കലോത്സവം കൂടിയായി മാറുകയാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പൗരബോധം, അവന് പാലിക്കേണ്ട കാര്യങ്ങൾ, സഹപാഠികളോട് എങ്ങനെ സമീപനം എടുക്കണം, സമൂഹത്തോട് എങ്ങനെ സമീപനം എടുക്കണം, ടീച്ചർമാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതെല്ലാം പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പം 100-ൽ 100% മാർക്ക് വാങ്ങിക്കൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടുന്ന് കലാപ്രകടനത്തിൽ നല്ല സമ്മാനം വാങ്ങിക്കൊണ്ട് മാത്രം കാര്യമില്ല. അവനൊരു സ്നേഹമുള്ള കുട്ടിയായി മാറണം. അത് ഈ കലോത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലോഗനാണ്. അതെ, തോറ്റവർ കളിയാക്കരുത്, ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നുള്ള ആ കൊച്ചുമോൻ പറഞ്ഞത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ ഇപ്പം നിങ്ങൾ തന്നെ ഒരു നല്ല കാര്യം ചെയ്തു, നിങ്ങളൊരു കഴിവ് തെളിയിച്ചു. കൂടെ നടക്കുന്ന എത്ര ആൾക്കാർ കോംപ്ലിമെൻറ്റ്, വെരി ഗുഡ്, സന്തോഷം എന്ന് പറയാൻ വേണ്ടി പോകുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം ആരെങ്കിലും ചെയ്തു തന്നാൽ ഒരു നന്ദി എത്ര പേര് പറയും? നമുക്ക് സമ്മാനങ്ങൾ കിട്ടിയാൽ, ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് വിമർശിക്കാൻ വേണ്ടി ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ആളുണ്ടാവും. അതിന് ട്രോളുകൾ, ഇപ്പം എനിക്കൊക്കെ ഇപ്പോൾ ട്രോളുകൾ വരാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം ഇത് വരുന്നതാണല്ലോ നല്ലത്. കരിച്ച് അതിൻ്റെ വസ്തുതയിൽ നിന്നുള്ളവരും ആൾക്കാരെ ബോധ്യപ്പെട്ടു തുടങ്ങിയല്ലോ. എന്തായാലും ഒരു വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കലോത്സവമായിരിക്കും നമ്മുടെ ഈ കലോത്സവം. മെയിൻ സ്റ്റേജ് കണ്ടു, ഭക്ഷ്യപ്പുര കണ്ടു, അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ കൈരളിയുടെ സ്റ്റുഡിയോ, കൈരളിയും തയ്യാറാണ്. 24 മണിക്കൂറും നമുക്ക് കലോത്സവത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി. അപ്പോൾ മിനിസ്റ്റർ നമ്മുടെ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഏറ്റവും സന്തോഷത്തോടെ, ഏറ്റവും അഭിമാനത്തോടു കൂടി കലോത്സവം കലക്കും തൃശ്ശൂർ കൈരളിയുടെ പ്രത്യേക സ്റ്റുഡിയോ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി ഏതായാലും നമ്മുടെ കലോത്സവത്തിൻ്റെ കലക്കും തൃശ്ശൂരിൻ്റെ പ്രത്യേക കലോത്സവ നഗരിയിൽ ഒന്നാം വേദിയിൽ സജ്ജീകരിച്ച കലോത്സവം സ്റ്റുഡിയോ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മുതൽ കലോത്സവത്തിൻ്റെ എല്ലാ ആവേശവും, ഒരു സ്പന്ദനവും ഒട്ടും ആവേശം ചോരാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ, പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. എല്ലാ പ്രേക്ഷകരും കലക്കും തൃശ്ശൂർ കലോത്സവത്തിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും കൈരളി ന്യൂസിൽ കൂടെ തന്നെ കാണണം. നിരവധി ആളുകൾ, നമ്മുടെ ടീം ഇവിടെ സെറ്റാണ്. വൈബാണ്, പവറാണ്.